റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇനി നമുക്കൊന്ന് ഹൈ റേഞ്ചിലോട്ട് പിടിക്കാം. അപ്പോൾ നമ്മൾ കുട്ടനാട് കണ്ടു, എറണാകുളം കണ്ടു, ഇവിടെയൊക്കെ മഴയും വെള്ളവും ഒക്കെ ഉണ്ട്. ഇടുക്കി ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ പറയുന്നത്. തോട്ടം മേഖലകളിൽ ജോലി പാടില്ലെന്ന ഉത്തരവ് മറികടന്ന് തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളുമായി വാഹനങ്ങൾ എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങൾ 6 മണി മുതൽ ചെക്ക് പോസ്റ്റുകൾ കടന്ന് കേരളത്തിലേക്ക് എത്തുന്നു. അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി തൊഴിലാളികളാണ് അടുത്ത കാലത്ത് ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് മരിച്ചത്. രാഹുൽ സുരേഷിന്റെ കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, വെള്ളക്കെട്ട് നിൽക്കുന്നുണ്ട്, മഴയുണ്ട്, കാറ്റുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ കളക്ടറേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തോട്ടം തൊഴിലാളികൾ ഇന്ന് പണിക്ക് വരരുത് എന്നാണ്. പക്ഷേ കളക്ടറുടെ ഉത്തരവിൽ പുല്ല് വില കൊടുത്ത് കാറ്റിൽ പറിച്ചതാ ഇപ്പോൾ തൊഴിലാളികളെ കൊണ്ട് വരുന്നു. നമ്മൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത്? ഈ കോൺട്രാക്ടർമാരായിട്ടുള്ള ആളുകൾ അവർ ഈ തൊഴിലാളികളെ നിർബന്ധിച്ച് പണിക്ക് കൊണ്ടുവരികയാണോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമ്മളുള്ളത് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലാണ്. ഇടുക്കി ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുകയാണ്. ഇതേ തുടർന്നാണ് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിർമ്മാണ മേഖലയിലും അതുകൂടാതെ ടൂറിസം മേഖലയിലുമാണ്. തോട്ടം മേഖലയിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തോട്ടം മേഖലയിൽ ജോലികൾ പാടില്ല എന്നാണ് ഇന്നലെ വൈകിട്ട് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ഈ നമ്മളിപ്പോൾ ഉള്ള ഈ ചെക്ക് പോസ്റ്റ് വഴി, അതായത് കമ്പംമെട്ട്, കുമിളി ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകൾ വഴി തമിഴ്നാട്ടിൽ നിന്നും ഈ തോട്ടം തൊഴിലാളികളുമായി നിരവധി വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. നമ്മളിവിടെ എത്തുന്നത് രാവിലെ 6 മണിക്കാണ്. ഇപ്പോൾ ഏകദേശം വാഹനങ്ങൾ കടന്നുപോയി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 6 മണിക്കാണ് നമ്മളിവിടെ എത്തുന്നത്. അതിനുശേഷം ഒരു 200-നും 250-നും ഇടയ്ക്ക് വാഹനങ്ങളാണ് തോട്ടം തൊഴിലാളികളുമായി പോയിരിക്കുന്നത്. ഒരു വാഹനത്തിൽ കുറഞ്ഞത് 20 പേരെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ള ഏതാണ്ട് 200-നും 250-നും ഇടയിൽ വാഹനങ്ങൾ ഇതിനോടകം തന്നെ ഈ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് മാത്രം കടന്ന് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ തോട്ടം മേഖലയിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഇടുക്കി ജില്ലയിലെ ഈ മലയോര മേഖലകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തോട്ടം മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ മരങ്ങൾ കടപുഴകി വീണ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലാ കളക്ടർ ഏർപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ തന്നെ ഈ വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും. ഓരോ വാഹനങ്ങളിലും 15-നും 20-ഉം ആളുകളാണ് ഈ വാഹനത്തിലുള്ളത്. അവർ തമിഴ്നാട്ടിൽ നിന്നും ഈ തോട്ടം മേഖലയിലേക്ക് എത്തുന്നതാണ്. പക്ഷേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതല്ലാതെ ഇത് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് ഇറക്കും. ഈ ഉത്തരവ് നടപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, ആരുടെ കടമയാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഒരു അപകടം സംഭവിച്ചാൽ ആരിതിന് മറുപടി പറയുമെന്ന ചോദ്യം കൂടി ബാക്കിയാണ്. ഇന്നലെ രാത്രി നമ്മൾ ഇടുക്കി സബ് കളക്ടറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം നമ്മൾ പെടുത്തുകയും ചെയ്തതാണ്. നിരവധി വാഹനങ്ങൾ ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നു. ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ഈ വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോലീസിന്റെ സഹായത്തോടെ ഈ വാഹനങ്ങൾ അതിർത്തി കടക്കാതിരിക്കാൻ ശ്രമിക്കാം, ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അതിർത്തിയിലുള്ള കേരള ചെക്ക് പോസ്റ്റുമായിട്ടും തമിഴ്നാട് ചെക്ക് പോസ്റ്റുമായിട്ടും നമ്മൾ സംസാരിച്ചു. അവർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വാഹനങ്ങൾ അതുകൊണ്ട് തന്നെ അവർക്ക് തടയാനും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള കാറ്റുണ്ട്. ഒരു അപകട സാഹചര്യം ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഈ തൊഴിലാളികളുമായി വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്തത്. ഉത്തരവ് ഇറക്കാൻ മാത്രമല്ല അത് നടപ്പാക്കാൻ കൂടി ഇവിടുത്തെ അധികൃതർ ശ്രദ്ധിക്കണം എന്നതാണ് ഇതിലൂടെ നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുന്നുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുവരെയും അവധി പ്രഖ്യാപിക്കാത്തതിലുള്ള പ്രതിഷേധം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും ഭാഗത്തുനിന്നും പതിവ് പോലെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ് ഇപ്പോഴും ഇടവിട്ട് ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും തുടരുന്നത്. അരുൺ, ഓക്കെ രാഹുൽ, മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കാഴ്ച കാണും. ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന മഹേന്ദ്രയുടെ ജീപ്പിലിരിക്കുന്ന ആൾക്കാരെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ക്ലോസ് ഷോട്ട് ഉണ്ട്. ആ ക്ലോസ് ഷോട്ടിൽ എത്ര പേരുണ്ടെന്ന് കാണാം. ഈ ജീപ്പിനകത്ത് എത്ര പേരുണ്ടെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് നോക്കൂ. ഇന്ന് തോട്ടം പണി പാടില്ലാത്തതാണ്. ഇടുക്കി മേഖലയിൽ നല്ല മഴയുണ്ട്. ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. ഈ വണ്ടിക്കകത്ത് ഒക്കെ എത്ര പേരുണ്ട് എന്നുള്ളത് ഒരു ക്ലോസ് ഫ്രെയിം ഉണ്ടായിരുന്നു. ആ ക്ലോസ് ഫ്രെയിമിൽ നമുക്ക് കാണാം തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളുമായിട്ട് വരുന്ന ഈ മഹീന്ദ്ര ജീപ്പിലുള്ള ആൾക്കാരുടെ എണ്ണം. ആ ക്ലോസ് ഫ്രെയിമിലേക്ക് നമുക്കൊന്ന് പോയാൽ നമുക്ക് എണ്ണി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ജീപ്പുകൾ ഈ ചെക്ക് പോസ്റ്റ് കടന്ന് തൊഴിലാളികളെ കൊണ്ടുവരും. സാധാരണ ദിനങ്ങളിലാണെങ്കിൽ പോലും ഒരു കാരണവശാലും ഇത്രയും പേരെ കുത്തുനിറച്ചുള്ള വരാൻ പാടില്ലാത്തതാണ്. ആ ഒരു ജീപ്പിൽ ഞാൻ എണ്ണി നോക്കിയപ്പോൾ മുമ്പിൽ 3 തൊഴിലാളികൾ, തൊട്ടു പിന്നിലുള്ള സീറ്റിൽ 5 തൊഴിലാളികൾ, 5 3 8. അതിന് തൊട്ടു പിന്നിലുള്ള സീറ്റിൽ 3 3 6 തൊഴിലാളികൾ. മൊത്തം 3 3 6 കൂടെ ആയപ്പോൾ മൊത്തം 14 പേര് ഒരൊറ്റ ജീപ്പിനകത്തുണ്ട്. ഡ്രൈവറെ കൂടെ കൂട്ടുമ്പോൾ 15 പേരാണ് ഒരു ജീപ്പിനകത്ത് സഞ്ചരിക്കുന്നത്. 2 ജീപ്പുണ്ടെങ്കിൽ ഒരു ബസ്സായി എന്നർത്ഥം.
ആ അവസ്ഥയാണ്. പാവപ്പെട്ട തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. പക്ഷേ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും കളക്ടറുടെ ഉത്തരവിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തൊഴിലാളികളെ ഈ കോൺട്രാക്ടർമാർ നോക്കൂ, ഈ വണ്ടിയിലിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്ര പേരുണ്ടെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എണ്ണാൻ പറ്റൂ. അത്രയ്ക്ക് വലിയ തിരക്കാണ് ആ ജീപ്പിനകത്ത് പ്രേക്ഷകർ കാണുന്നത്. തിങ്ങി നിറഞ്ഞു വരികയാണ്. സാധാരണ മഴയില്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ പോലും ആ വളവിലൊക്കെ നോക്കൂ എത്ര പേരുണ്ടെന്ന്. ഇതൊന്ന് ഫ്രീസ് ചെയ്താൽ തന്നെ കാണാൻ പറ്റും. 1, 2, 3, 4 പേര് അല്ലേ, 5, 6, 7, 8, 9, 10. അതിനുശേഷം അവർ കാലൊക്കെ എടുത്ത് വെച്ചേക്ക് നോക്കിയ ഒരു ചേച്ചി ആള് ഇരിക്കാൻ വേണ്ടിയിട്ട് കാലെടുത്ത് സീറ്റിന്റെ മുകളിലോട്ട് പൊക്കി വെച്ചേക്കുകയാണ്. ചിലപ്പോൾ ഒരു 10, 25, 30 മിനിറ്റൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇത് പുറകിലത്തെ ജീപ്പിൽ പുറകിലത്തെ സീറ്റ് നോക്കൂ. 3, 3, 6, 3, 3, 6. പിന്നെ നടുക്കൊരാളിരിപ്പുണ്ട് തറയിൽ 7. അപ്പോൾ 7 പേര് പുറകിൽ മാത്രം, നടുക്ക് മാത്രം 6 പേര്. 7, 6, 13. മുമ്പിലിരിക്കുന്ന 13. മൊത്തം 17 പേരൊരു ജീപ്പ്. ആലോചിച്ച് നോക്കൂ. ഇതാണ് അവസ്ഥ പ്രിയപ്പെട്ടവരെ. ഇടുക്കിയിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ തൊഴിലാളികളെ കൊണ്ടുവരുന്ന അവസ്ഥയാണ്. ഇത് പണ്ട് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്? നമ്മൾ അമേരിക്കയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പറയും ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ ഒരുപാട് പേരെ തൊഴിലാളികളെ, പണ്ട് സ്ലേവ്സിനെ അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കരിമ്പിൻ പാടങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്നത് കപ്പലുകളിൽ 6 അടി മാത്രം സ്പേസ് കൊടുത്ത് കപ്പലിൽ കിടത്തിയിട്ടാണ് ഇവരെ കൊണ്ടുപോവുക. വളരെ കുപ്രസിദ്ധമായ യാത്രകളാണ്. അങ്ങനെ എത്രയോ കപ്പലുകൾ ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ പോയിട്ടുണ്ട്. അന്ന് അടിമത്തം നിലനിൽക്കുന്ന കാലത്ത്. അതേപോലെ ഇടുക്കിയാണ് കൊണ്ടുപോകുക. അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. അവരാകെ ഒരു ഇങ്ങനെ നീണ്ടു നിവർന്ന ശവപ്പെട്ടിയിൽ കിടക്കുന്നത് പോലെയാണ് ഓരോരുത്തരും കിടക്കുന്നത്. ഇങ്ങനെ അടുക്കിയാണ് ഇവരെ തൊഴിലാളികളെ കൊണ്ടുപോയിരുന്നത് പണ്ട് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക്. അതേപോലെ ഒരു കാഴ്ചയാണല്ലേ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതും കളക്ടർ അവധി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥയെന്ന് ഓർമ്മിക്കണം.